ശ്രീ ചാൾസ് ജോർജ്, ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് കാണുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ കമ്പനിക്കെതിരെ കേസിന് പോകാത്തത് എന്നതാണ്. നമുക്ക് എന്താണ് ഇന്ന് വി ഡി സതീശൻ അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്ന് കേട്ട ശേഷം ഞാൻ ഈ ചോദ്യവുമായി താങ്കളിലേക്ക് വരും. എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത് പരമാവധി പണം മേടിച്ച് ഇതിന്റെ ഇരകളായ സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഈ കമ്പനിക്കെതിരായി കേസ് കൊടുക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചെന്ന് വ്യക്തമാക്കണം? എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് വ്യക്തമാക്കണം. ഇവിടെ CPM ഈ വർഗീയ വിരുദ്ധത പറയുന്ന ആളുകൾ BJPയുമായി പരസ്യമായ ബാന്ധവത്തിലാണ്. BJP ഇവിടെ മത്സരിക്കേണ്ടെന്നാണ് തീരുമാനിച്ചത്. ശ്രീ ചാൾസ് ജോർജ്, ഈ ചോദ്യം എത്രത്തോളം പ്രസക്തമാണ്? പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ ചോദിച്ച ചോദ്യം എത്രത്തോളം പ്രസക്തമാണ്? പ്രതിപക്ഷത്തെ കുറിച്ച് എനിക്ക് ഞങ്ങളെ കുറിച്ചാ പറയാനുള്ളത് സാർ. നമ്മളെ മുള്ളാൻ മുട്ടുമ്പോഴും മൂത്രപ്പുര അന്വേഷിക്കുന്ന പോലെയാണ്. മുങ്ങാൻ മുട്ടുമ്പോ കപ്പലുകൾ അറബിക്കടൽ അന്വേഷിക്കുന്ന അവസ്ഥ വരുന്നത്. രണ്ടാഴ്ചക്ക് രണ്ട് അപകടമാണ്. എന്നാൽ ഈ പ്രദേശത്ത് നടക്കുന്നത് എന്നാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് രാജ്യത്തിന് നല്ല നിയമവ്യവസ്ഥയില്ലേ? ലോകത്തിന് നിയമവ്യവസ്ഥയില്ലേ? ലോകത്തെ വ്യവസ്ഥയും രാജ്യത്തെ വ്യവസ്ഥയും നാട്ടിലെ വ്യവസ്ഥയും നടപ്പാക്കപ്പെടുന്നില്ല. ഇവിടെ ഒരു കാടിന്റെ വ്യവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കപ്പൽ കമ്പനിയെ കുറിച്ച് നമ്മൾ എടുക്കണം. MSCക്കെതിരെ അമേരിക്കെതിരെ എത്ര കേസുണ്ട്? ഏറ്റവും ഒടുവിൽ MSCയുടെ ഗയാന 4000 കണ്ടെയ്നർ വഹിക്കുന്ന കപ്പൽ അമേരിക്ക ഡീറ്റെയിൻ ചെയ്തു. അവര് പെറുവിൽ നിന്ന്, ബ്രസീലിൽ നിന്ന്, കൊളംബിയയിൽ നിന്ന് 20 ടൺ രാസവസ്തു കൊക്കൈൻ കടത്തിക്കൊണ്ടുവന്ന് അമേരിക്ക കൊണ്ടുവന്ന് അവരവരുടെ സ്പീഡ് ബോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പിടിച്ചു. അത് 20 ടൺ, $1 ബില്യൺ അവരുടെ വില. ജോയിതട്ട് പറഞ്ഞില്ലേ, ഗവൺമെന്റ് കോമ്പൻസേഷൻ കിട്ടി, ഞങ്ങൾക്ക് തന്നല്ലോ, തീർന്നല്ലോ കാര്യങ്ങൾ. 1000 രൂപയുടെ കോമ്പൻസേഷനും പട്ടിക്കഞ്ഞി ഞങ്ങൾക്ക് തന്നപ്പോൾ തൃപ്തിയായില്ല ഗവൺമെന്റ്. 1500 കോടി രൂപ കോമ്പൻസേഷൻ ചോദിക്കുന്ന അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത്. വെറും 10.5 കോടി രൂപ വന്ന് കേരളത്തെ മലയാളെ പറ്റിച്ചിരിക്കുകയല്ലേ ഇപ്പൊ. ഇത് എവിടെ ന്യായീകരിക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യസങ്കേതമല്ലേ കേരളം? MUR എന്നൊരു പ്രയോഗമുണ്ട്, മലബാർ അപ്വെല്ലിംഗ് റീജിയൻ. അതാണ് ഇന്ത്യയിലെ നമ്മുടെ മേഖല, മലബാർ അപ്വെല്ലിംഗ് റീജിയൻ. അത് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ചാള പിടിക്കുന്ന രാജ്യമാണ് മൊറോക്കോ. അവിടെയുണ്ട് ബംഗുവേല ജലപ്രവാഹം, അമേരിക്കയിൽ കാനറി ജലപ്രവാഹമുണ്ട്, അപ്പുറത്ത് വേറെ ജലപ്രവാഹമുണ്ട്, പെറുവിയൻ അങ്ങനെ എല്ലായിടത്തും മീനില്ല. അങ്ങനെ മീനിന്റെ സ്ഥലത്തുള്ള ജലപ്രവാഹമാണ്. ഈ ജലപ്രവാഹത്തിനിടയിലാണ് 2 സംഭവം 2 ആഴ്ചകൾ ഉണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെ ഞങ്ങളെ ബാധിക്കാണ്ടിരിക്കില്ല? ഇപ്പൊ ഞാൻ പറയട്ടെ, വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ചാൽ അതെങ്ങനെ കെടുത്തു? നമ്മള് വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ചാൽ കത്തട്ടെന്ന് വെക്കില്ല പറ്റുള്ളൂ. എന്നിട്ട് അത് കടലിൽ പോകണം നോക്കണം. അതിനേക്കാൾ ഗൗരവമുള്ളത് അതിന് താഴെ 2000 ടൺ ഡീസൽ ഉണ്ട്. അതെങ്ങനെ കണ്ടെയ്ൻ ചെയ്യും നമ്മൾ ആലോചിക്കണം. 2010 ഈ പറയുന്ന MSC പ്രിയ കപ്പല് 2010 ഓഗസ്റ്റ് മാസം 7-ാം തീയതി ബോംബെയിൽ മുങ്ങി. അതിനെ റിക്കവർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പൊ തന്നെ കേസെടുത്തു, കാര്യങ്ങൾ നടത്തി കോമ്പൻസേഷൻ. 2021 തൊട്ടടുത്ത രാജ്യം ശ്രീലങ്കയിലെ കപ്പൽ വന്നിരിക്കുന്ന ശ്രീലങ്കയിലെ കൊളംബോയിൽ ഒരു കപ്പൽ ഇതുപോലെ 8 ദിവസം കത്തിട്ടാണ് മുങ്ങിയത്. അതിലെ നർഡിൽസ്, ഇപ്പൊ പറയുന്ന പ്ലാസ്റ്റിക് നർഡിൽസ്, അത് മുഴുവൻ കടലിൽ വീണു. 600ഓളം കടലാമ ചത്തുപോയി. അവിടുത്തെ മത്സ്യങ്ങൾക്ക് മുഴുവൻ ദോഷമായി. അതിന്റെ വയറ്റിലും ചെകളയിലും മുഴുവൻ നർഡിൽസ് ആയിരുന്നു. ഇത് മനുഷ്യരത്തിന് നാനോ അല്ലെങ്കിൽ പ്ലാങ്ടനായിട്ട്, നാനോ ആയിട്ട് അല്ലെങ്കിൽ മൈക്രോ ആയിട്ട് നമ്മളെ ജനിച്ച് കയറൂലേ? നമ്മളെങ്ങനെ ബാധിക്കും? ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? റാപ്പിഡ് റെസ്പോൺസ് ടീം ഉണ്ടാക്കിയിട്ടുണ്ടോ? വിദഗ്ധരെ വെച്ച് പരിശോധിക്കുന്നുണ്ടോ? ഒരു വിദഗ്ധരും ഇല്ല. ആദ്യത്തെ ദിവസം CMFRI CAFT പരിശോധിക്കാൻ ചുമതലപ്പെടുത്തി. അവർ റിപ്പോർട്ട് കൊടുത്തു. അത് വീടെടുത്ത് പരിശോധിച്ച് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആർക്കും കഴിക്കും, മന്ത്രിക്ക് കഴിക്കാം, മന്ത്രിയുടെ ഭാര്യയ്ക്ക് കഴിക്കും, പിള്ളേർക്ക് കഴിക്കാതെ. അതാണ് വേണ്ടത്. ഇപ്പൊ കേരളത്തിൽ വന്നിരിക്കുന്ന പുതിയൊരു പ്രതിഭാസമാണ്. തീരത്ത് മുഴുവൻ ആൾക്കാരെ മുഴുവൻ ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് പോയിരുന്നു. തൊഴിലാളികൾ മുഴുവൻ തീരത്തുനിന്ന് ഇത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അത് മാനവലായ വാരിയാണ്. ആരാണ് പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് വന്ന് അമ്മത്ത് പറയുന്നു, നിങ്ങൾ വാരി എടുത്ത് ഞങ്ങൾക്ക് തരുമെന്ന്. എന്ത് ഏർപ്പാടാണ് ഇത്? ഇത് ഏത് രാജ്യമാണ്? ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമല്ലേ? ഈ രാജ്യത്ത് ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? ഒന്നുകിൽ ഈ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്, അത് ചെയ്തില്ലല്ലോ നമ്മൾ. നമ്മുടെ തീരുമാനം എന്താണ്? ദുരൂഹമായ ഉറവിടങ്ങളുള്ള ഈ കമ്പനിയെ അതിന് പാട്ടിന് വിടണം. അവരുടെ കണ്ണേനെ കൂടുതൽ വരട്ടെ. അവർ അമേരിക്കയിൽ തന്നെ ഗയാനയുണ്ട്, ഒരുപാട് കപ്പൽ അമേരിക്ക പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ല, ബ്ലൂംബെർഗ് പോലുള്ള അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വന്ന കണക്കാണ്. അവര് അമേരിക്കയിൽ ഇവരുടെ ഗയാന മാത്രമല്ല മറ്റു ചില കപ്പലുകളെ 5 കപ്പലുകൾ അവർ പിടിച്ചു.
കഴിഞ്ഞ വട്ടം തന്നെ ഈ കമ്പനി അമേരിക്കയിലെ ഫെഡറൽ ആക്ടിന്റെ പേരിൽ 61.3 മില്യൺ ഡോളറിന് നഷ്ടപരിഹാരം നിൽക്കുകയാണ്. അങ്ങനെ ദുരൂഹമായ അല്ല ശ്രീ ചാൾസ് ജോർജ്, അതായത് കപ്പൽ കമ്പനിക്കെതിരെ ശ്രീ ചാൾസ് ജോർജ്, കപ്പൽ കമ്പനിയോട് നഷ്ടപരിഹാര തുക ചോദിക്കുക എന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇവിടെ നിയമവിദഗ്ധൻ നമ്മളോട് പറഞ്ഞത്, അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ പറഞ്ഞതും, ആദ്യം ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് തന്നെ കപ്പൽ കമ്പനിയുമായി ആശയവിനിമയം നടത്തി ഈ ഉണ്ടായിരിക്കുന്ന അപകടം, അത് നമുക്കുണ്ടാക്കുന്ന ആഘാതം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ നഷ്ടപരിഹാര തുക ഡിമാൻഡ് ചെയ്യുക, അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യം ചെയ്യാത്തത് എന്നതല്ലേ നമ്മുടെ മുന്നിലെ ചോദ്യം. താങ്കൾ എന്താണെന്ന് സംശയിക്കുന്നു? ഇപ്പോൾ താങ്കൾ എൽസ 3യുടെ അപകടം ഉണ്ടായപ്പോൾ ശ്രീ ചാൾസ് ജോർജ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, അതിനകത്തുള്ള അട്ടിമറി സാഹചര്യം കൂടി പരിശോധിക്കണം, അതുപോലും സംശയിക്കേണ്ടതാണെന്നാണ്. ഇപ്പൊ തൊട്ടടുത്ത് തന്നെ രണ്ടാമതൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. വിഴിഞ്ഞ നമ്മുടെ മാസ്റ്റർ പ്രൊജക്റ്റാണ്, നമ്മൾ തർക്കമില്ല, എനിക്കും തർക്കമില്ല. അതിലെ പ്രധാനപ്പെട്ട ആളാണ്, പാർട്ട്ണറാണ് അദാനി. അദാനി നമുക്ക് മുഴിപ്പിക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ കപ്പൽ വരുന്ന അവിടെ നിന്ന് MSC ആണ്. അവരെ മുഴിപ്പിക്കാൻ പാടില്ല ഗവൺമെന്റിന്റെ വേണ്ടി. നമ്മൾ അവരെ കാല് പിടിച്ചാണെങ്കിലും കിടന്നുക മേടിക്കുന്നതിന് വേണ്ടിയിരിക്കും. ഇതല്ലല്ലോ കാര്യം. ലോകത്ത് എത്രയോ കോമൺ സെൻസ് നടന്നിരിക്കുന്നു, എത്രയോ കരാറുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കപ്പൽ മുങ്ങിയാൽ, ഞാൻ ഉദാഹരണം പറയാം, കഴിഞ്ഞ ഒരു കപ്പൽ മുങ്ങി, ആ കപ്പലിന്റെ വില 625 മില്യൺ ഡോളറായിരുന്നു. പക്ഷെ ആ കമ്പനി കൊടുക്കേണ്ടത് $2 ബില്യൺ, 200 കോടി ഡോളർ. ആ കപ്പലിന്റെ വിലയേക്കാൾ 3 കോമൺ സെൻസ് കൊടുത്ത അനുഭവം നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. ഇത് നമ്മൾ കാണണ്ടേ? നമ്മൾ ആദ്യമേ അതിനെ കേസിടണം, FIR എടുക്കണം. കേസിടണം, ഇതൊന്നും എടുത്തില്ലല്ലോ. ഞാൻ ചുരുങ്ങിയ കാര്യം ചോദിക്കട്ടെ, ഈ കപ്പൽ ക്യാപ്റ്റൻ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന കപ്പൽ റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായി അത് 50 കിലോമീറ്റർ ആണ്. 27 കിലോമീറ്റർ വന്നാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിയമലംഘിച്ച കപ്പൽ ക്യാപ്റ്റൻ പോയത്, ആ ക്യാപ്റ്റൻ നമ്മൾ ആ കൊള്ളണം പറഞ്ഞു വിട്ടില്ലേ? അപ്പൊ ഇവിടെ ഏത് രാജ്യമാണ് ഇത്? ആര് ഭരിക്കുന്ന രാജ്യമാണ്? അദാനി ഭരിക്കുന്ന രാജ്യം, അദാനി ഭരിക്കുന്ന സംസ്ഥാനം, MSC ഭരിക്കുന്ന കൊച്ചിൻ പോർട്ട്, MSC ഭരിക്കുന്ന തിരുവനന്തപുരം പോർട്ട്. ഇത് ഗുണകരമായ കാര്യമല്ല. ഇനി ഞങ്ങളുടെ നാട്, നമ്മുടെ നാട് എങ്ങോളം നമ്മൾ ആലോചിക്കണം. നമ്മൾ ഭരിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമുള്ള ജനങ്ങളുണ്ട്. ഞങ്ങളുടെ കാര്യം പറയട്ടെ, മത്സ്യങ്ങളുടെ കാര്യം പറയട്ടെ. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞില്ലേ, ഇത് കൊറോളിസ് പ്രവാഹമുണ്ട് കേരളത്തിലേക്ക്. അവരാണ് ഈ കാലവർഷം കൊണ്ടുവരുന്നത്. ഭൂമി കരം കൊണ്ടാണ് പ്രവാഹമാണ്. അതിന്റെ കൂട്ടത്തിൽ എക്മാൻ കരണ്ടുണ്ട്. ഈ രണ്ടു ചേർന്നാണ് കടലിൽ അപ്പോയിലിംഗ് ഉണ്ടാക്കുന്നത്. ലോകത്ത് നിന്ന് കഴിക്കുന്ന അയിലയുടെ 90% പിടിക്കുന്ന ഈ ഏരിയയിൽ നിന്നാണ്. ഇതേ ഏരിയയിലുള്ള കൊയിലോൺ ബാങ്കിനടുത്താണ് കപ്പൽ മറിഞ്ഞിരിക്കുന്നത്. ഇതേ ഏരിയയിലെ നമ്മുടെ സാഗര പ്രദേശത്തിലെ കപ്പൽ മറിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് ആർക്കറിയാം? ഇപ്പൊ പുതിയ കപ്പൽ മറിഞ്ഞിരിക്കുകയാണ്. ആ കപ്പലിന് ഒരുപാട് തടസ്സ മാനദണ്ഡങ്ങളുണ്ട്. അത് ഞാൻ ഒരു വെടിക്കെട്ട് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, വെടിക്കെട്ട് വരെ കത്തിയിരിക്കുകയാണ്. അതിനെ കണ്ടെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? അത് കത്തിപ്പൊടന്ന് വെക്കേണ്ടി വരും. പക്ഷേ അതിന്റെ താഴെ 2000 ടൺ ഡീസലുണ്ട്, ഓയിലുണ്ട്. അത് കൂടി ആയിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? ഇപ്പൊ നമുക്കറിയാം, ആ കപ്പലിൽ നമ്മുടെ എത്ര വെള്ളം തെളിച്ചിട്ടും അത് കാര്യമില്ലാത്ത അവസ്ഥ നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെ ലോകത്ത് ഒരുപാട് മാനദണ്ഡമുണ്ട്. ലോകത്ത് രാജ്യങ്ങളിൽ IMDGP എന്നൊരു സ്ഥാപനമുണ്ട്. IMOയുടെ നമ്മുടെ സ്ഥാപനം. അവരൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കത്തുന്നതിനെ സംബന്ധിച്ച് ഫ്ലെയിമബിൾ ആർട്ടിക്കിൾ, ടോക്സിക് ആർട്ടിക്കിൾ, അതുപോലെ ടോക്സിക് മെറ്റീരിയൽസ്, ഇങ്ങനെ പലതിന്റെ ആർട്ടിക്കിൾ തിരഞ്ഞിരിച്ച് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം? അത് ലേബൽ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അത് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അത് എവിടെ വെക്കണം, അപകടം എന്ത് ചെയ്യണം, കൃത്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IMO നൽകിയിട്ടുണ്ട്. 1974 സോലാസ് കൺവെൻഷൻ പറഞ്ഞിട്ടുണ്ട്. 78 ഒരു കൺവെൻഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസംഘടന നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസംഘടനയോട് ബന്ധപ്പെട്ടിരിക്കുന്ന IATA-യും IMO-യും ഈ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശം ലംഘിച്ചാണ് കത്തിയിരിക്കുന്നത്. ഇത്തരം കപ്പൽ, ഞാൻ പറയുന്നത്, രാസവസ്തുക്കൾ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഒരു പ്രത്യേക റൂട്ട് നമ്മൾ നിശ്ചയിക്കേണ്ടി വരും ഇങ്ങനത്തെ അവസ്ഥ. കാരണം മലബാർ ഒപ്പോയിലിംഗ് റീജിയൻ ഇവരാരും ഉണ്ടാക്കുന്ന തത്വമല്ല, ഇവരാരും പൈതൃകമല്ല. അത് ലോകത്തിന്റെ ഒരു വസ്തുത്വമാണ്. ലോകത്തിന്റെ പൊതു പൈതൃകമാണ് നമ്മുടെ മലബാർ ഒപ്പോയിലിംഗ് റീജിയൻ. ആ റീജിയനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഞങ്ങളുടെ മലയാളികൾ മാത്രമല്ല, സമൂഹത്തിന് മുഴുവൻ ഉത്തരവാദിത്തമാണ്. ലോകത്താകമാനം വരുന്ന അയിലയുടെ 90% ഉൽപ്പാദിക്കുന്ന പ്രദേശമാണ്. കേരളത്തിൽ സമ്പന്നമായിരിക്കുന്ന മത്ത് ഉൽപ്പാദന കേന്ദ്രമാണ് ഇത്. ഈ രണ്ട് ജീവികളും ക്ലൈമറ്റ് റെസിലിയന്റ് ആണ്. ചെറിയൊരു മാറ്റം വന്നപ്പോൾ കടലിൽ ഓടിക്കളയും. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 12 വർഷമായി മത്തി അപ്രത്യക്ഷമായിരിക്കും. ഇപ്പൊ തിരിച്ചു വന്ന് തുടങ്ങിയ സമയമാണ്. കഴിഞ്ഞ 2 ആഴ്ചയിൽ മത്തി കിട്ടി തുടങ്ങിയ സമയത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ ഞങ്ങൾ ജീവിക്കും?